കഴിഞ്ഞ ക്ലാസ്സിൽ അക്വസ്റ്റിക്സിന്റെ കുറച്ച് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതിന്റെ ക്ലാസിഫിക്കേഷനും പിന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അക്വസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷനും പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു 1-2 സ്ലൈഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക്, അതുപോലെ തന്നെ ഓഡിബിൾ, അൾട്രാസോണിക്, ഇങ്ങനെയാണ് സൗണ്ടിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം +20 ഹെർട്സ് ഇൻഫ്രാസോണിക് നമ്മൾ പറഞ്ഞു. ദെൻ അതിന് കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇൻഫ്രാസോണിക്കിന്. ദെൻ ഓഡിബിൾ സൗണ്ട് എന്ന് പറയുന്നത് 20 to 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്, 20 to 20 കിലോ ഹെർട്സ്, 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്, അതിനെയാണ് ഓഡിബിൾ സൗണ്ട് എന്ന് പറയുന്നത്. അൾട്രാസോണിക് എന്ന് പറയുന്നത് >20 കിലോ ഹെർട്സ് ആണ്. ദെൻ നമ്മൾ ആ ഓഡിബിൾ സൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ടും പറയുന്നത് മ്യൂസിക്കൽ സൗണ്ട് അല്ലെങ്കിൽ നോയിസ്, ഇതാണ് ക്ലാസിഫിക്കേഷൻ. മ്യൂസിക്കൽ സൗണ്ട് അല്ലെങ്കിൽ നോർമൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്ലസന്റ് എഫക്റ്റ് തരുന്നതിനെയാണ് നമ്മൾ യൂഷ്വലി സൗണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോയിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡിസ്റ്റോഷൻ അങ്ങനെ വരുന്ന സാധനമാണ് ഈ നോയിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി നമുക്ക് ഓഡിബിൾ സൗണ്ടിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് ഒരു സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ സൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പിച്ച് എന്ന് പറയുമ്പോൾ അത് ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിച്ചും ഫ്രീക്വൻസി. അപ്പം പിച്ച് എപ്പോഴും നമ്മൾ പറയുന്നത് ഹൈ പിച്ച് എന്ന് പറയുന്നത് ഹയർ ഫ്രീക്വൻസി എന്ന് പറയുന്ന മീനിങ് ആണ്. ലോ പിച്ച് മീൻസ് ലോ ഫ്രീക്വൻസി. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ പിച്ച് ഫ്രീക്വൻസി റിലേറ്റഡ് ആണ്. ദെൻ ഇന്റൻസിറ്റി നമ്മൾ പറഞ്ഞു, അതിന്റെ ത്രെഷോൾഡ് മിനിമം ഇന്റൻസിറ്റി വാല്യൂ 10⁻⁻12. ഇന്റൻസിറ്റി അതിന്റെ ഡെഫിനേഷനും പറഞ്ഞു, പവർ പെർ യൂണിറ്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ ലൗഡ്നെസ്, ഇന്റൻസിറ്റിയുടെ കൂടെ തന്നെ പഠിക്കുന്നതാണ് ലൗഡ്നെസ്. ദെൻ ടിംബർ അല്ലെങ്കിൽ ക്വാളിറ്റി, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സൗണ്ട് എനർജി ഫ്ലോയിങ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ പവർ പെർ യൂണിറ്റ് ഏരിയ. അതുകൊണ്ടാണ് ഇതിന്റെ യൂണിറ്റ് പറയുമ്പോൾ എപ്പോഴും വാട്ട് പെർ മീറ്റർ സ്ക്വയറിലാണ് പറയുന്നത്. ലൗഡ്നെസ് പറഞ്ഞു, ലൗഡ്നെസ് നമ്മള് ഒരു വെബർ ഫ്രിച്ച്നർ ലോ വെച്ചിട്ടാണ് ഇന്റൻസിറ്റി ആയിട്ട് അതിനെ റിലേറ്റ് ചെയ്യുന്നത്. L is proportional to log I. എപ്പോഴും എല്ലും ഐയും തമ്മിൽ ആ ഒരു ലോഗരിതമിക് പ്രൊപ്പോർഷണാലിറ്റി ആണ് വരുന്നത്. സോ ആ ഒരു റിലേഷനെ നമ്മൾ വെബർ ഫ്രിച്ച്നർ ലോ എന്നാണ് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു പാരാമീറ്റർ ആണ് ടിംബർ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയും. അത് രണ്ട് മ്യൂസിക്കൽ സൗണ്ടിന് ഒരു സെയിം പിച്ച് ഫ്രീക്വൻസിയിലുള്ളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടിംബർ. അപ്പം ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഒരു മ്യൂസിക്കൽ സൗണ്ട് വരുന്നത്. അല്ലെങ്കിൽ സൗണ്ടിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ഇന്റൻസിറ്റി, ലൗഡ്നെസ് അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റിവർബറേഷൻ ടൈം, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്, അപ്പം അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, ഈ ടോപ്പിക്സ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് ഇത് നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മളിപ്പോ ഒരു തിയേറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഡിറ്റോറിയം, അപ്പം അവിടെ നമുക്ക് ഒരു ബെസ്റ്റ് ഒരു ഓഡിബിൾ സൗണ്ടിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കുന്നത്. സോ അക്വസ്റ്റിക് ഓഫ് ബിൽഡിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്ലാനിംഗ് ഓഫ് ബിൽഡിംഗ് ഓർ എ ഹോൾ വിത്ത് വ്യൂ ടു പ്രൊവൈഡ് ബെസ്റ്റ് ഓഡിബിൾ സൗണ്ട്. അപ്പോൾ ഒരു ഓഡിറ്റോറിയം എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് റിവർബറേഷൻ, ഇത് ഒരു മെയിൻ ഫാക്ടറാണ് ശരിക്കും ബിൽഡിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് റിവർബറേഷൻ. സോ റിവർബറേഷൻ എന്താ നമുക്കറിയാം. അപ്പൊ ഇതും നമ്മൾ എക്കോ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, എക്കോ റിവർബറേഷൻ. പെട്ടെന്ന് കേൾക്കുമ്പോൾ റിവർബറേഷൻ, എക്കോ, ഇതിനൊക്കെ നമ്മൾ ആ ഒരു ഡെഫിനിഷൻ കേൾക്കുമ്പോൾ അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാൻ തോന്നും. കാരണം അവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ ഈ സ്ലൈഡ്സിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ
ഡിഫറൻസ് പറയാം. അപ്പോൾ റിവർബറേഷൻ എന്ന് പറയുമ്പോൾ എക്കോ അല്ല, ഇതിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ റിവർബറേഷന്റെ ഡെഫിനേഷൻ ഇതാണ്: ഇറ്റ് ഈസ് എ പെർസിസ്റ്റൻസ് ഓഫ് പ്രൊളോങ്ങേഷൻ ഓഫ് സൗണ്ട് ഇൻ എ ഹോൾ ഈവൻ ആഫ്റ്റർ ദ സൗണ്ട് സോഴ്സ് ഈസ് സ്റ്റോപ്പ്. അപ്പോൾ നമുക്കത് എക്കോ ആയിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ എക്കോ ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ റിഫ്ലക്ഷൻ ഒക്കെ എക്കോ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റിവർബറേഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴും അതിനകത്ത് ഉണ്ടാവുന്ന റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന ടൈം ഇലോങ്ങേഷൻ ഇതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് അതിന്റെ ഒരു കമ്പാരിസൺ പറയുന്നത്. അപ്പം റിവർബറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സൗണ്ടിനെയാണ് ശരിക്കും റിവർബറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത് അല്ലെങ്കിൽ റിവർബറേഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫേമസ് ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്, സബൈൻ ഫോർമുല. നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചെറിയ ചെറിയ പ്രോബ്ലംസും അത് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പം റിവർബറേഷൻ ടൈമിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് the time taken by the sound wave to fall below the minimum audible level. അതിനെയാണ് റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്നത് ഈ ഒരു ഡെഫിനിഷൻ ആണ്: the time taken by the sound to fall below 1/1,000th of its initial intensity after the source is stopped. അപ്പൊ ഇങ്ങനൊരു ഡെഫിനിഷൻ ആണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഒരു റിവർബറേഷൻ ടൈമിന്റെ ശരിക്കുള്ള ഡെഫിനിഷൻ ഇതാണ്. Is the time taken by the sound wave to fall to 1/1,000th of its initial intensity. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ അതിനകത്ത് മറ്റൊരു ഡെഫിനിഷൻ നമ്മുടെ ഓപ്ഷനിൽ കാണാം. ശരിക്കും അതും കൂടെ അറിഞ്ഞിരിക്കണം. റിവർബറേഷൻ ടൈമിന് മറ്റൊരു ഡെഫിനിഷൻ നമ്മൾ ഡി ബിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്ത് ഡി ബിയിൽ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ for the sound to decay by 60 dB after the source is stopped. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം. 60 dBയില് ഡെഫിനിഷൻ ഒന്ന് എഴുതാം. രണ്ട് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. The time taken for sound to decay by 60 dB after the source is stopped. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൂടി അതിനുണ്ട്. സോ ഇത് രണ്ടും റിവർബറേഷൻ ടൈമിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. സോ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം: E is equal to EM by 10⁶. E എന്ന് പറയുന്നത് എനർജി ഓഫ് ദ സൗണ്ട് അറ്റ് എനി ടൈം. EM is the maximum sound energy produced by the source before it is stopped. സോ സബൈൻ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിവർബറേഷൻ ടൈം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല ഇതാണ്: 0.165 B by A. സോ എ എന്ന് പറയുന്നത് ടോട്ടൽ അബ്സോർപ്ഷൻ ആണ്. സോ ബി എന്ന് പറയുന്ന വോളിയം ആണ്. സോ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ അബ്സോർപ്ഷൻ ആണ്. ടോട്ടൽ അബ്സോർപ്ഷൻ ആണ് എ എന്ന് പറയുന്നത്. എ നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് സമ്മേഷൻ ഓഫ് ആൽഫ ഇൻറ്റു എസ്, അല്ലെങ്കിൽ ഞാനിവിടെ ചെറിയ എ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആൽഫയും ഉപയോഗിക്കാം. ആൽഫ ഇൻറ്റു എസ്. ആൽഫ എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. സോ ആൽഫ അല്ലെങ്കിൽ എ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ആൽഫ വെച്ചിട്ട് പഠിക്കുക. എ ആൽഫ ഇൻറ്റു എസ്. എ അല്ലെങ്കിൽ ആൽഫ, ഞാനിവിടെ എ എന്നുള്ള ലെറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൽഫ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ടോട്ടൽ അബ്സോർപ്ഷന്റെ ഇക്വേഷൻ. സമ്മേഷൻ ആണ്. സമ്മേഷൻ ഓഫ് ആൽഫ ഇൻറ്റു എസ് ആണ്. എസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ, ദെൻ ആൽഫ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. സോ ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. റിവർബറേഷൻ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് വോളിയം ഓഫ് ദ ഹോൾ, ദെൻ എ എന്ന് പറയുന്നത് ടോട്ടൽ അബ്സോർപ്ഷൻ. അത് എങ്ങനെയാണ് അതിന്റെ പ്രൊപ്പോർഷൻ, ഇൻവേഴ്സ്ലി ആണോ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണോ
ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഏരിയ ഡബിൾ ചെയ്യുവാണെങ്കിൽ റിവെർബറേഷൻ ടൈം എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വോളിയം ഡബിൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സ് ആണ്, സെക്കൻഡ്സിലാണ്, ടൈം ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റിവെർബറേഷൻ ടൈമിന്റെ എക്സ്പ്രഷൻ. ദെൻ ഈ 0.165 എന്ന് പറയുന്നത് സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം കൂടിയാണ്. സോ എന്തിനെയൊക്കെയാണ് റിവെർബറേഷൻ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. മെയിൻ ആയിട്ടും ബിയും എ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ദ ഒപ്റ്റിമം വാല്യൂ ഓഫ് റിവെർബറേഷൻ ടൈം ഈസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് സൗണ്ട്സ്. അപ്പൊ അത് സ്പീച്ചിന്റെ വാല്യൂ, റിവെർബറേഷൻ ടൈമിന്റെ വാല്യൂ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. 0.6 to 0.75 സെക്കൻഡ്സ് ആണ്, 1 to 2 സെക്കൻഡ്സ് ആണ് മ്യൂസിക്കിൻ്റെത്. സോ നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ പറയുക. The reverberation time of a room is defined as Option C. The time taken for sound intensity to drop by 60 dB. അപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ റെഫർ ചെയ്തു, ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വേറൊരു ക്വസ്റ്റ്യൻ റെഫർ ചെയ്തപ്പോൾ അതിനകത്ത് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ 60 dB ഓപ്ഷൻ കൂടാതെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു 1/10th എന്ന് പറയുന്ന രീതിയിൽ 1/1000th വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 60 dB വെച്ചിട്ടുള്ള ഡെഫിനിഷൻ ആണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയില്ല. അപ്പം ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ജസ്റ്റ് ഒരു ബേസിക് ഡെഫിനിഷൻ മാത്രമാണ് റിവെർബറേഷൻ ടൈമിന്റെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്ട് റിവെർബറേഷൻ ടൈം? ഏതൊക്കെയാണെന്ന് പറയാം. നമ്മൾ പറഞ്ഞു റിവെർബറേഷൻ ടൈമിന്റെ എക്സ്പ്രഷൻ പറഞ്ഞു. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ഏതാണ്? ഡി. അതെ അതെ, ഡി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻ വെച്ചിട്ടാണെങ്കിൽ 0.165 V/A എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിന് ഫ്രീക്വൻസി ആയിട്ട് ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അതും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അതെങ്ങനെയാണെന്ന് പറയാം. ഏതിനെയാണ്, ഹൈ ഫ്രീക്വൻസി വേവിനെയാണോ ലോ ഫ്രീക്വൻസി വേവിനെയാണോ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്? ആ ടോട്ടൽ അബ്സോർപ്ഷനുമായിട്ട് ഫ്രീക്വൻസിക്ക് ഒരു റിലേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫ്രീക്വൻസിയും നമ്മുടെ ടോട്ടൽ അബ്സോർപ്ഷനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് ഹൈ ഫ്രീക്വൻസി വേവ്സ് ആർ മോർ അബ്സോർബ് ദാൻ ലോ ഫ്രീക്വൻസി. സോ അങ്ങനെ ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡൻസി കൂടി റിവെർബറേഷൻ ടൈമുമായിട്ടുണ്ട്. സോ ഓൾ ഓഫ് ദി അബോവ് ആൻസർ നമ്മൾ ഇക്വേഷൻ വെച്ച് മാത്രം പഠിക്കരുത്. സോ നമ്മൾ പറഞ്ഞു വോളിയം എന്ന് പറയുന്ന വോളിയം ആണ്, ദെൻ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റുമായിട്ട് റിലേറ്റഡ് ആണ്, ദെൻ ഓൾസോ ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഹൈ ഫ്രീക്വൻസീസ് എന്ന് പറയുമ്പോൾ ഷോർട്ടർ വേവ് ലെങ്തിന് കൂടുതൽ അബ്സോർബ് ചെയ്യും ദാൻ ലോ ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇൻ സബീൻ ഫോർമുല വാട്ട് ഡസ് V റെപ്രസെന്റ്സ്? ഓപ്ഷൻ ബി വോളിയം. അതെ, വോളിയം ഓഫ് ഏതാണ്? വോളിയം ഓഫ് റൂം ആണ് കേട്ടോ, സോഴ്സ് അല്ല. വോളിയം ഓഫ് റൂം ആണ്. യൂണിറ്റ് ഓഫ് റിവെർബറേഷൻ ടൈം അറിയാം, ഈസി ആണ്. ഏതാണ്? സെക്കൻഡ്സ് തന്നെയാണ് കേട്ടോ. Then reverberation time is typically longer in ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണോ ഡി ആണോ പറഞ്ഞത്? ഡി ആണ് കറക്റ്റ്. ഡി അല്ലേ പറഞ്ഞത്? ഡി ടി ടി അത് തന്നെ. ലാർജ് എംപ്റ്റി ഹോൾസ് വിത്ത് ഹാർഡ് സർഫസ്, അങ്ങനെയുള്ളിടത്താണ് റിവെർബറേഷൻ ടൈം. അപ്പൊ നമ്മൾ ആ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അക്യൂസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പൊ ലാർജ് എംപ്റ്റി ഹോൾസ് വിത്ത് ഹാർഡ് സർഫസ്, അതാണ് ആൻസർ. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. റിവെർബറേഷൻ ടൈം ഈസ് longer in large empty holes with the hard surface.
കാരണം അതിന്റെ റീസൺ പറയുന്നത് നമുക്ക് ആ നമ്മുടെ ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. ലാർജ് സൈസ് എന്ന് പറയുന്നത് എന്താണ്? മോർ വോളിയം ആണ് അല്ലെ? ആ റൂമിന്റെ വോളിയം കൂടുവാണ്. അപ്പം ടൈം എന്ന് പറയുന്നത് ബിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ലാർജ് സൈസ് മീൻസ് എന്താണ്? റിവർബറേഷൻ ടൈം കൂടുതലായിരിക്കും. ദെൻ ഹാർഡ് സർഫസ് ആണെങ്കിലും എക്സാമ്പിൾ കോൺക്രീറ്റ്, ഗ്ലാസ് ഇങ്ങനെയുള്ള മെറ്റൽസ് ഇതുപോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ കൂടാനുള്ള ഒരു പ്രോബിലിറ്റി കൂടുതലാണ് അല്ലെ? അബ്സോർപ്ഷനെ കാട്ടി കൂടുതൽ റിഫ്ലക്ഷൻ ആയിരിക്കും നടക്കുന്നത് ഹാർഡ് സർഫസിൽ. അപ്പൊ അതുകൊണ്ട് ലാർജ് സൈസ് ആണെങ്കിൽ, ലാർജ് സൈസ് മീൻസ് നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ ബിക്ക് പ്രൊപ്പോർഷണൽ ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടൈം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ബി കൂടുമായാലും ടൈം കൂടും അല്ലെ? റിവർബറേഷൻ ടൈം കൂടും. അതുപോലെ തന്നെ ഹാർഡ് സർഫസസിൽ റിഫ്ലക്ഷൻസ് കൂടുതലായിരിക്കും അബ്സോർപ്ഷനെ കാട്ടി. അപ്പൊ അത് കാരണം റിവർബറേഷൻ ടൈം കൂടുതലായിരിക്കും. അതാണ് അതിന്റെ ആൻസർ. ഡി ആണ് ആൻസർ.